അസുരപ്രണയം. രചന സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 6. ഒരു വർഷം മുൻപ് നടന്ന ആക്സിഡൻറ്റിൽ ഡാനിയൽ മരണപ്പെട്ടു. അന്ന് കൂടെയുണ്ടായിരുന്ന എഡ്ഡി ഗുരുതരാവസ്ഥയിലായിരുന്നു. കോമയിലേക്ക് പോയവൻ തിരികെ വരാൻ 6-7 മാസങ്ങൾ വേണ്ടി വന്നു. എന്തു സന്തോഷകരമായിരുന്നു തൻ്റെ കുടുംബം. പപ്പയും മമ്മയും ജോബിനും താനുമടങ്ങിയ കുഞ്ഞു സ്വർഗം. അവൻ്റെ ഓർമ്മകൾ പുറകിലേക്ക് സഞ്ചരിച്ചു. ഒരേ കോളേജിൽ പഠിച്ചതായിരുന്നു പപ്പയും മമ്മയും. വീട്ടുകാർ അനുവദിക്കില്ല എന്ന് മനസ്സിലായതോടുകൂടി പഠനം പൂർത്തിയാക്കി ആരും അറിയാതെ രജിസ്റ്റർ മാരേജ് നടത്തി. ഡെയ്സി ആൻറ്റി ആയിരുന്നു. ഡെയ്സി ആൻറ്റിയുടെ കല്യാണം നേരത്തെ കഴിഞ്ഞിരുന്നു. കോവിലകത്തുള്ളവർ കൊല്ലുമെന്ന് പേടിച്ച് അമ്മച്ചിയാണ് അവരെ പപ്പയുടെ അകന്ത ബന്ധത്തിലുള്ള അമേരിക്കയിൽ സെറ്റിൽഡായ ജേക്കബ് അങ്കിളിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. തുടർന്നുള്ള അവരുടെ പഠനം അവിടെയായിരുന്നു. ഇഷ്ടമില്ലാഞ്ഞിട്ടും അമ്മച്ചിയുടെ നിർബന്ധത്തിന് വഴങ്ങി പപ്പ ബിസിനസ് അവിടെ തന്നെ തുടങ്ങി. മമ്മയ്ക്കും നാട്ടിലേക്ക് വരാൻ പേടിയായിരുന്നു. ബിസിനസ് വളർന്നു പടർന്നു പന്തലിച്ചു. അപ്പോഴാണ് ഡെയ്സി ആൻഡ് ജോബിനെ പ്രസവിച്ചു എന്നുള്ള വാർത്ത അമ്മച്ചി പറഞ്ഞവരറിഞ്ഞത്. വർഷം 1 കഴിഞ്ഞപ്പോഴേക്കും താനും ഉണ്ടായി. സന്തോഷത്തോടെയുള്ള കാലങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആൻറ്റിയുടെ കോൾ ഒരു നാൾ പപ്പയെ തേടിയെത്തിയത്. ശാരീരികവും മാനസികവുമായി പീഡനം സഹിക്കവയ്യാതെ ആൻറ്റി ആത്മഹത്യ ചെയ്യാൻ പോലും തുനിഞ്ഞത്രേ. കുഞ്ഞിപ്പെങ്ങളുടെ അവസ്ഥയോർത്ത് പപ്പയും ഒരുപാട് വേദനിച്ചു എന്ന് സാരം. ഒടുവിൽ അമ്മച്ചിയോട് പറഞ്ഞ് ആൻറ്റിയെ മാളികേക്കിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു. കൂട്ടിന് 5 വയസ്സുകാരൻ ജോബിനെയും. ആദ്യമായിട്ടാണ് താൻ നാട്ടിലേക്ക് വന്നത് തന്നെ. തറവാട് തനിക്കൊരു സ്വപ്നമായിരുന്നു. അപ്പച്ചൻ മാത്യുവും അമ്മച്ചിയും ഡെയ്സി ആൻറ്റിയും എല്ലാവരും പുതിയ അനുഭവങ്ങളായിരുന്നു തനിക്ക്. ഒരു മാസക്കാലത്തെ സൗഹൃദത്തിൽ ജോബിനെ വിട്ടുപിരിഞ്ഞ് അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ താൻ ഒരുക്കമല്ലായിരുന്നു. ഒടുവിൽ പോകുമ്പോൾ അവനെയും തങ്ങൾ കൂടെ കൂട്ടി. അങ്ങനെ താനും ജോബിനും പപ്പയും മമ്മയും കൂടെയുള്ള സ്വർഗം അവിടെ തുടങ്ങുകയായിരുന്നു. അങ്ങനെ അമേരിക്കൻ സിറ്റിസൺസായി ജീവിതം ആസ്വദിച്ചു. അതിനിടയിൽ ഒരിക്കൽ മാത്രം നാട്ടിൽ പോയി. അപ്പച്ചൻ ആക്സിഡൻ്റ് ആയപ്പോൾ മാത്രം. പിന്നീട് നാട്ടിലേക്ക് ചെല്ലാൻ അമ്മച്ചി ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. ഒടുക്കം നീണ്ടു 30 വർഷങ്ങൾക്ക് ശേഷം പപ്പയ്ക്ക് മടുത്തു തുടങ്ങിയിരുന്നു അവിടം. ആവശ്യത്തിൽ കൂടുതൽ ആൾ സമ്പാദിച്ചിരുന്നു. വിദേശ ജീവിതം ഉപേക്ഷിച്ച് നാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പപ്പ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയായിരുന്നു. അമ്മച്ചിയുടെ ഇഷ്ടമില്ലായ്മ കണക്കിലാക്കാതെ അവിടുത്തെ ബിസിനസ് ജീവിതം അവസാനിപ്പിച്ച് വന്നതാണ് ഇങ്ങോട്ട്. അപ്പച്ചൻ തുടങ്ങി വെച്ച ബിസിനസ്സുകളെല്ലാം നോക്കാൻ തുടങ്ങി. തറവാടിൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽക്കോയ്മ പപ്പയ്ക്കായിരുന്നെങ്കിലും അതിൻ്റെ പകുതിയും ജോബിൻ്റെ പേരിൽ എഴുതി വെച്ചു. ഒരു വർഷത്തിനിടയിൽ 2 ആക്സിഡൻറ്റുകൾ ഉണ്ടായെങ്കിലും നിസ്സാരമായ പരിക്കുകളോടെ ആൾ രക്ഷപ്പെട്ടു. സാധാരണ ഡ്രൈവിങ്ങിൽ നല്ല ശ്രദ്ധ പുലർത്തിയിരുന്ന ആൾക്ക് ആക്സിഡൻ്റ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് തന്നിലും സംശയമുണ്ടാക്കിയെങ്കിലും അപ്പോഴത്തെ അവസ്ഥയിൽ തുടർന്നൊരു അന്വേഷണത്തിന് മുതിർന്നില്ല എന്നതാണ് സത്യം. 1 വർഷത്തിന് ശേഷം പപ്പായുമൊത്ത് ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോഴാണ് എതിരെ വന്ന ലോറി മനഃപൂർവ്വം എന്ന വണ്ണം ഞങ്ങളുടെ കാറിലേക്ക് ഇടിച്ചു കയറിയത്. പപ്പ സ്പോട്ടിൽ തന്നെ മരിച്ചു. ഗുരുതരാവസ്ഥയിൽ താൻ ഹോസ്പിറ്റലിലും. മാസങ്ങൾ വേണ്ടി വന്നു. ജീവച്ഛവം പോലെ കിടന്ന താൻ ഒന്നെണീറ്റ് നടക്കാൻ തന്നെ. അത് കഴിഞ്ഞ് കേസും കാര്യങ്ങളുമായി മുന്നോട്ട് പോയെങ്കിലും ഉന്നത അധികാരികളുടെയും രാഷ്ട്രീയക്കാരുടെയും സമ്മർദ്ദം മൂലം അത് തേഞ്ഞു മാഞ്ഞു പോയിരുന്നു. ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയെന്നും പറഞ്ഞ് കുറ്റം ഏറ്റെടുത്തു. അന്ന് തനിക്ക് സഹായിയായത് ആ സ്റ്റേഷനിലെ SI ആയിരുന്ന നിധിനാണ്. ഡ്രൈവറുടെ മൊഴിയിൽ സംശയം തോന്നിയതുകൊണ്ട് ആരും അറിയാതെ തുടരന്വേഷണം നടത്തി. ആക്സിഡൻറ്റ് നടക്കുന്നതിന് തൊട്ടു മുൻപ് ഡ്രൈവറിൻ്റെ ഫോണിൽ നിന്നും ലോക്കൽ MLA ആയിരുന്ന അനിരുദ്ധിൻ്റെ PA രമേശന് പോയ കോളാണ് നിധിനെ സംശയത്തിനിടയാക്കിയത്. അന്വേഷണങ്ങൾ വിരൽ ചൂണ്ടുന്നത് ex-MLA ആയിരുന്ന അനിരുദ്ധന് നേർക്ക്. മേൽപ്പത്തൂർ അനിരുദ്ധൻ വർമ്മ, വിഷ്ണുവർദ്ധൻ്റെ ചെറിയച്ഛൻ്റെ മകൻ. തൻ്റെ പപ്പായെ എന്തിനു കൊന്നു എന്നുള്ളത് മാത്രം ഇനിയും ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഓർമ്മകളിൽ എഡ്ഡി ഒന്ന് വിറച്ചു. മുഷ്ടി ചുരുട്ടി ദേഷ്യത്തെ നിയന്ത്രിക്കുവാൻ ഒരു ശ്രമം നടത്തി. സർവവും നശിപ്പിക്കാനെന്ന വണ്ണം അസുരൻ്റെ കണ്ണുകളിൽ തിളങ്ങി. ദേ ഇച്ചായ വേണ്ട കേട്ടോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ആഹാ, എങ്കിൽ ഞാനതൊന്ന് കാണട്ടെ പെണ്ണെ. അവൻ്റെ കൈകളിൽ കിടന്ന് ആമി കുതറി. ഒന്ന് വിട്ടേച്ചേ. വിടില്ലെങ്കിലോ? ഒരു നിശ്വാസത്തിനപ്പുറം മുഖത്തോട് മുഖം ചേർത്ത് നിൽക്കുന്നവനെ കണ്ണിൽ പ്രണയം നിറച്ചവൾ നോക്കി നിന്നു. ആ കണ്ണുകളുടെ മാന്ത്രിക വലയത്തിൽ അവൾ പിടഞ്ഞുപോയി.
ചുണ്ടുകൾ തമ്മിൽ കൊരുത്തപ്പോൾ കൂമ്പി അടഞ്ഞ മിഴികളിൽ അനുരാഗം മുട്ടിട്ടു. ആവോളം തേൻ നുകർന്നു തളർന്നപ്പോൾ അവൻ്റെ നെഞ്ചോരം ചാരി പെണ്ണവൾ. പുണരുന്ന കൈക്കുള്ളിൽ ഒളിക്കാൻ ദാഹിച്ചു. അമ്മുസേ. ചെവിയരികിൽ അവൻ്റെ നേർത്ത ശബ്ദം അവളിലെ വികാരങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന രീതിയിലായിരുന്നു. അമ്മുസേ. മൂളിക്കേൾക്കാതിരിക്കാനായില്ല അവൾക്ക്. ഇതെന്താ ഇവിടെ? നടുവിൽ കൂടി ഇഴയുന്ന കൈകളെ പിടിച്ചു കെട്ടാനൊരു ശ്രമം നടത്തിയെങ്കിലും അത് വിഫലമായി. ആ വിരലുകൾ ഹിപ് ചെയിനിൽ കോർത്ത് വലിക്കുമ്പോൾ ഒന്നേങ്ങിപ്പോയി പെണ്ണ്. അമ്മൂസെ നോക്കിയേ. ആ കണ്ണുകളെ താങ്ങാനുള്ള ആവതില്ലെങ്കിലും നോക്കിപ്പോയി. ആ കണ്ണ് തന്നെ വല്ലാതെ ഭ്രമിപ്പിക്കുന്നു. അതിൻ്റെ ആഴങ്ങളിലേക്ക് വീണു പോകുന്നത് പോലെ വീണ്ടും വീണ്ടും അതിൽ ലയിക്കുവാൻ അത്രയ്ക്കും മോഹം തോന്നുന്നു. ഇച്ചേ. ആ നാമം പലവുരു ഉരുവിട്ടവൾ ഒരു രക്ഷാമന്ത്രം പോലെ. ആപത്തുകൾ വിരുന്നുകാരെ പോലെ മുൻകൂട്ടി പറയാതെ കയറി വരുമ്പോൾ ചേർത്ത് കൂടെ നിർത്താൻ അവൾക്ക് വേണ്ടി മാത്രം ജനിച്ചവൻ ഇവൻ, അമ്മൂസിൻ്റെ ഇച്ചൻ. ആമി മോളെ എണീറ്റേ. ഏട്ടത്തിയുടെ ശബ്ദം കേട്ടവൾ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഇത്രയും നേരം താൻ സ്വപ്നം കാണുകയാണെന്ന് വിശ്വസിക്കുവാൻ അവൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. അപ്പോഴേക്കും ആ കണ്ണുകൾ അവളെ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നു. പരിചിതമായ ആ കണ്ണുകൾ തൻ്റെ രക്ഷകൻ്റെ ആണെന്ന് മനസ്സിലാക്കാൻ അധിക നേരമൊന്നും അവൾക്ക് വേണ്ടി വന്നില്ല. ആ ആലോചന തന്നെ അവളിൽ നാണത്തിൻ്റെ പൂത്തിരി കത്തിച്ചു. ഇച്ച. ചുണ്ടുകൾ ആ പേര് മന്ത്രം പോലെ ജപിച്ചുകൊണ്ടിരുന്നു. മതി ഏട്ടത്തി, നിറഞ്ഞു പൊട്ടാറായി. വയറു പൊത്തിക്കൊണ്ട് ചുണ്ടു ചുളുക്കി പറയുന്നവളെ ചാരു കപട ദേഷ്യത്തോടെ നോക്കി. രാവിലെ തന്നെ ആമിയെ പ്രാതൽ കഴിപ്പിക്കുന്ന യുദ്ധത്തിലാണവൾ. ആകെപ്പാടെ ഒരു ദോശയെ കഴിച്ചുള്ളൂ. ഗുളികയുണ്ട കഴിക്കേണ്ടതല്ലേ മോളെ? ദേ ഇത്തിരിയും കൂടെ തിന്ന്. ചട്നിയിൽ മുക്കിയ ഒരു കുഞ്ഞു മുറി ദോശ ആമിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തവൾ. ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടി ജീവനെ പേടിച്ച് അത് മുഴുവൻ കഴിച്ചു തീർത്ത് പെണ്ണ്. ഒടുവിൽ ഗുളികയും കഴിച്ച് കട്ടിലിൻ്റെ ഒരു മൂലയിലേക്ക് ചുരുണ്ടുകൂടാൻ തുടങ്ങിയപ്പോഴാണ് നിവിനും ദേവിയും നിത്യയും കൂടെ അങ്ങോട്ടേക്ക് കയറി വന്നത്. തലേ ദിവസം രാത്രി തന്നെ ചാരുവിൻ്റെ നിർബന്ധപ്രകാരം ദേവി വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു. ആഹാ, റൗഡി ബേബി എഴുന്നേറ്റോ? അരികിലേക്ക് വന്ന് തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് പറയുന്ന നിതിനെ നോക്കി ചുണ്ടു ചുളുക്കി പെണ്ണ്. ഒന്ന് പോ ചെക്ക, അവൾ വയ്യാതിരിക്കുമ്പോഴെങ്കിലും ഈ വഴക്കൊന്ന് നിർത്തുവോ? ദേവിയുടെ വഴക്കു പറച്ചിലിൽ നിതിൻ കോക്രി കാട്ടി. പോത്തുപോലെ വളർന്നിട്ടും ഇവൻ്റെ കുരുത്തക്കേട് ഇതുവരെ മാറിയിട്ടില്ല ജീവ. വലിയ പോലീസാണത്രേ. ഇത്തവണ നിതിനൊന്നടങ്ങി മര്യാദരാമനായിട്ട് ആമിയുടെ അടുത്തായിട്ട് പോയിരിക്കുന്നത് കണ്ടു. നിത്യ ഓടിച്ചെന്ന് അവളുടെ മറുവശത്തേക്കായിട്ട് ചേർന്നിരുന്നു കൊണ്ട് വിതുമ്പി. അയ്യേ, ഇത്രയും കുഞ്ഞു കാര്യത്തിന് നീ എന്തിനാ പെണ്ണെ കരയണേ? അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ടുള്ള ആമിയുടെ ചോദ്യത്തിന് തിരികെ ഇറുക്കെ പുണർന്നാണ് നിത്യ മറുപടി കൊടുത്തത്. മാറു പെണ്ണെ, അല്ലെങ്കിൽ എൻ്റെ പനി പകരും നിനക്ക്. എത്ര പറഞ്ഞിട്ടും മാറാതെ അവളെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നവളെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകളിലും വെള്ളമൂറി. അത്രമേൽ സ്നേഹത്തിൽ ചാലിച്ച ഒരനുബന്ധമായിരുന്നു ഇരുവരുടെയും ഇടയിൽ നിലനിന്നിരുന്നത്. ഒടുവിൽ വിസിറ്റിന് വന്ന ഡോക്ടറിനെ കണ്ടാണ് നിത്യ അവളിൽ നിന്ന് അകന്നു മാറിയത് തന്നെ. എങ്ങനുണ്ടിപ്പോൾ ആത്മികയ്ക്ക്? ഇത്തിരി പ്രായമുള്ള ഡോക്ടറാണ്. പുഞ്ചിരിയോട് കൂടിയാണ് ആളിൻ്റെ സംസാരം. അത് കാണുമ്പോൾ തന്നെ രോഗികളുടെ അസുഖം പകുതി പോകും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ. പനി കുറവുണ്ട്. ടാബ്ലറ്റ്സ് ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട് കേട്ടോ. വൈകിട്ട് തന്നെ ഡിസ്ചാർജ് ചെയ്തേക്കാം. വീട്ടിൽ പോയിരുന്ന് നന്നായിട്ട് റെസ്റ്റ് എടുത്താൽ മതി. പിന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. നിർദ്ദേശങ്ങളെല്ലാം തലയാട്ടി മൂളിക്കേട്ടവൾ. ഇങ്ങനെ കേട്ടാൽ മാത്രം പോരാ, അനുസരിക്കുകയും വേണം. ഡോക്ടറുടെ ആ ഡയലോഗടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിതിൻ വായ പൊത്തിച്ചിരിച്ചു. അതിഷ്ടപ്പെടാത്ത രീതിയിൽ ആമി അവനെ കണ്ണുരുട്ടി കാട്ടി. ഒരാഴ്ച കഴിഞ്ഞ് ഒന്ന് വന്ന് കാണിക്കണം കേട്ടോ. ആമിയുടെ തോളിൽ ഒന്ന് തട്ടിയിട്ട് ഡോക്ടർ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നിതിൻ ഡ്യൂട്ടിക്ക് പോയിരുന്നു. വൈകുന്നേരം വരെ കഴിപ്പും സൊറപറച്ചിലുമായി എല്ലാവരും അവിടെ കൂടി. ആമിയും ഒന്ന് റിലാക്സ് ആയതുപോലെ ആയിരുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ ഒരു സ്വപ്നം പോലെ മറക്കാൻ അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. നിത്യയുടെ സാമീപ്യം അവളിലെ സങ്കടങ്ങളെ കുറച്ചൊക്കെ മാറ്റാൻ സഹായിച്ചു. ഡിസ്ചാർജായി വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും സമയം 7 മണി കഴിഞ്ഞിരുന്നു. തങ്കമണിയുടെയും വേണുവിൻ്റെയും കുത്തിയുള്ള വാക്കുകളും നോട്ടവും മനഃപൂർവ്വം അവൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു.
നിത്യയുടെ അച്ഛൻ ഹരി ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങോട്ടേക്കാണ് ചെന്നത്. ആളൊരു ഗൗരവക്കാരനാണെങ്കിലും ആമിയെ വളരെ വലിയ കാര്യമാണ്. രാത്രിയിലെ അത്താഴം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു. നിതിനും കൂടെ കൂടിയപ്പോൾ എല്ലാവരുടെയും പോയ ഉത്സാഹം തിരിച്ചെത്തിയിരുന്നു. വളരെ വൈകിയാണ് നിത്യയും കുടുംബവും തിരിച്ചവരുടെ വീട്ടിലേക്ക് പോയത്. രാത്രി കിടന്നപ്പോൾ കാർമേഘം മൂടി അവളുടെ മനസ്സ് പെയ്തൊഴിഞ്ഞ ആകാശം പോലെയായിരുന്നു. ഒന്ന് കണ്ണടച്ചപ്പോഴേക്കും ഉറക്കത്തിലേക്ക് ആണ്ടുപോയിരുന്നവൾ. അപ്പോഴും അവളുടെ സ്വപ്നത്തിൽ ആ കണ്ണുകൾ വിരുന്നു വന്നു. അവൾ അറിയാതെ അവളെ പ്രണയിക്കുന്ന അസുരൻ്റെ ചെമ്പൻ കണ്ണുകൾ. മോനെ, നേരെ ഒരുപാടായി, എണീക്കുന്നില്ലേ? രാവിലെ 8 മണിയായിട്ടും എണീക്കാത്ത ജോബിനെ കുത്തിപ്പൊക്കുകയാണ് അരുന്ധതി. കുറേ നേരം വിളിച്ചിട്ടും ഉണരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ജോബിനെ കണ്ട് അവർക്ക് ചിരി പൊട്ടിയിരുന്നു. ജോബിനെ, എണീക്കടാ, ദേ എഡ്ഡി വന്നാൽ പണിയാകുവേ നിനക്ക്. അത്രയും നേരം കമഴ്ന്ന് കിടന്നുറങ്ങിയവൻ എഡ്ഡിയുടെ പേര് കേട്ട മാത്രയിൽ ചാടി എഴുന്നേറ്റിരുന്നു. എഡ്ഡിയോ, എവിടെ? അവൻ്റെ പേരും ചൊല്ലി ചുറ്റും നോക്കുന്നവൻ്റെ തലയിൽ അരുന്ധതി ഒന്ന് കൊട്ടി. അവൻ രാവിലെ എഴുന്നേറ്റ് ജിം റൂമിലേക്ക് കയറിയിട്ടുണ്ട്. നീ ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങിക്കോ. വെറുതെ അല്ല നിൻ്റെ മമ്മ എപ്പോഴും നിന്നെ വഴക്കു പറയണേ. പറഞ്ഞുകൊണ്ട് ബെഡ് കോഫി ബെഡിനരികിൽ കിടന്ന ടീപ്പോയിലേക്ക് വെച്ചവർ, വേഗം ഇത് കുടിച്ച് എഴുന്നേക്കാൻ നോക്ക്. കുളിച്ചിട്ട് താഴോട്ട് വന്നാൽ വല്ലതും കഴിക്കാം. കഴിപ്പിൻ്റെ കാര്യം കേട്ട മാത്രയിൽ ടീപ്പോയിലിരുന്ന ചൂട് കാപ്പി വായിലേക്ക് കമഴ്ത്തി അവൻ വാഷ്റൂമിലേക്ക് ഓടി. എൻ്റെ കൃഷ്ണ, ഇവൻ്റെ ഒരു കാര്യം. തലയിൽ കൈവച്ചു പോയവർ. മമ്മ, അവൻ എഴുന്നേറ്റോ? വിയർപ്പിൽ കുളിച്ച് നെറ്റിയിൽ നിന്നൊഴുകുന്ന തുള്ളികളെ തോളിൽ കിടന്ന ടവൽ കൊണ്ട് തുടച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി വന്നവനെ കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. ജിമ്മിൽ നിന്നും ഇറങ്ങി നേരെ എങ്ങോട്ടേക്ക് വന്നതാണെന്ന് കണ്ടാലേ അറിയാം. ഇട്ടിരിക്കുന്ന ബ്ലാക്ക് കളർ സ്ലീവ്ലെസ് ടീഷർട്ട് നനഞ്ഞ് അവൻ്റെ ഉറച്ച ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്നു. ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ, ദാ കുളിക്കാനാന്നും പറഞ്ഞ് ബാത്റൂമിലേക്ക് പോയിട്ടുണ്ട്. ജോബിൻ പുതച്ച വാർമർ ഷീറ്റ് മടക്കി വെച്ചുകൊണ്ടാണ് അരുന്ധതി മറുപടി പറഞ്ഞത്. അവനൊന്ന് മൂളിക്കൊണ്ട് പുറത്തേക്കിറങ്ങാനായി തിരിഞ്ഞു. എഡ്ഡി. അരുന്ധതിയുടെ പിറകിൽ നിന്നുള്ള വിളിയിൽ അവൻ പെടുന്നനെ തിരിഞ്ഞു നിന്നു. എന്താ മമ്മ? അവൻ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. അത് പിന്നെ എന്താണേലും ചോദിക്കും മമ്മ. എഡ്ഡി അവരെ കേൾക്കാനായി അടുത്തേക്ക് ചെന്ന് നിന്നു. ഏട്ടന് സുഖമാണോ? ആ മുഖത്ത് കാണുന്ന കറ കളഞ്ഞ സഹോദര സ്നേഹം അവൻ കണ്ണിറയെ നോക്കി നിന്നു. എത്രയൊക്കെ ആണെങ്കിലും വിഷ്ണുവർദ്ധൻ്റെ ചെല്ലക്കുട്ടിയായിരുന്നവർ. 33 വർഷങ്ങളായി മമ്മ വിഷ്ണുമാമനെ ഒരു നോക്ക് കണ്ടിട്ട് തന്നെ. വിദേശവാസം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴും കാണാൻ പറ്റിയിരുന്നില്ല. മുത്തശ്ശൻ രാമനാഥൻ്റെ മരണത്തിന് ശേഷം വിഷ്ണുമാമൻ ദേശാടനം എന്ന പേരിൽ കോവിലകം വിട്ടിറങ്ങിയതാണ്. ഇടയ്ക്കിടയ്ക്ക് മേൽപ്പത്തൂരിലേക്ക് ചെന്ന് കുറച്ച് ദിവസം താമസിച്ച് തിരിച്ചു പോകാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മമ്മയ്ക്ക് വിഷ്ണുമാമനെ കാണാൻ ആഗ്രഹമുണ്ടോ? അരുന്ധതിയുടെ നിറഞ്ഞു തൂവുന്ന കണ്ണുകളാണ് അതിനുള്ള ഉത്തരം നൽകിയത്. എന്തിനാ കരയുന്നേ? മമ്മക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോയി കാണാമല്ലോ. വേണ്ട എന്നുള്ള രീതിയിൽ അവർ തലയാട്ടിക്കാട്ടി. കാരണം അവൻ അറിയാമായിരുന്നു ആ ഉള്ളു തേങ്ങുന്നത് എന്തിനാണെന്ന് കൂടെ അവൻ മനസ്സിലാക്കി. ഒരിക്കൽ ഇരിക്കപ്പിണ്ടം വെച്ച് പടി അടച്ച് ഇറക്കി വിട്ടവളുടെ വേദന ആ മുഖത്ത് മിന്നിമാഞ്ഞു. ഈ കണ്ണുകൾ നിറയുന്നത് എനിക്കിഷ്ടമല്ല. അരുന്ധതിയുടെ ചുവന്ന് കലങ്ങിയ കണ്ണുകൾ കാണാൻ ആവതില്ലാത്ത അവൻ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് തിരിഞ്ഞു നിന്നു. അവർ വേഗം തന്നെ സാരിയുടെ തുമ്പുകൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു. മുറിയുടെ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഡാനിയലിൻ്റെ ഫോട്ടോയിലേക്ക് ആ കണ്ണുകൾ നീണ്ടു. അതുവരെ ഉണ്ടായിരുന്ന മുഖത്തെ സങ്കടഭാവം മാറി. അവിടെ പകയുടെ കനലുകളാളി. എഡ്ഡി. ഇത്തവണ അരുന്ധതിയുടെ ശബ്ദം മുറുകിയിരുന്നു. സ്വരത്തിലെ വ്യത്യാസം തിരിച്ചറിഞ്ഞ് അവരുടെ നേർക്ക് തിരിഞ്ഞവൻ. അവൻ, ആ അനിരുദ്ധൻ, എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? എഡ്ഡിയുടെ കണ്ണുകൾ കുറുകി. അതുവരെ ഉണ്ടായിരുന്ന ശാന്തഭാവം മാറി. അവിടെ പകയുടെ തീ ആളിപ്പടരുന്നത് അരുന്ധതി കണ്ടു. മാളത്തിൽ പതുങ്ങിയിരിക്കുകയാണ്. സാരമില്ല, അവനെ എങ്ങനെ എൻ്റെ താവളത്തിലേക്ക് എത്തിക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഇരയെ കണ്ട വേട്ടക്കാരൻ്റേതിന് സമമായിരുന്നു. സൂക്ഷിക്കണം എഡ്ഡി. ആദ്യം നമ്മുടെ മുത്തച്ഛൻ, പിന്നെ നിൻ്റെ പപ്പ, ഇനി അടുത്ത ഊഴം ഏട്ടനെ ആയിരിക്കും. അത് ശരിവെക്കുന്ന രീതിയിൽ അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി. കോവിലകത്തിന് അവകാശമുണ്ടെന്നറിഞ്ഞാൽ അവൻ അടങ്ങിയിരിക്കില്ല മമ്മ. ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞു. കരുക്കൾ നീക്കാൻ അവൻ തുടങ്ങിക്കഴിഞ്ഞു.
മോനെ, അവരുടെ ഒച്ച ചിലമ്പി. മമ്മ പേടിക്കണ്ട, എന്ത് വേണമെന്ന് എനിക്കറിയാം. ആർക്കും ഒന്നും സംഭവിക്കില്ല. എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ച് അവൻ മുറിയിലേക്ക് പോയി. അരുന്ധതി അവൻ്റെ പോക്ക് നോക്കി നിന്നു. ഡാനീച്ചായൻ്റെ സ്വഭാവമാണ് അവനും. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. ദേഷ്യൻ മൂക്കിൻ തുമ്പിലാണെങ്കിലും സ്നേഹിക്കുന്നവരുടെ കണ്ണുനീര് അവൻ്റെ ബലഹീനതയാണ്. ഇച്ചായൻ പോയിട്ട് 1 വർഷം കഴിഞ്ഞു. ഇനിയും ഒരു നഷ്ടം താങ്ങാനുള്ള കരുത്ത് തനിക്കില്ല. എല്ലാത്തിനും കാരണം അവനാണ്, അനിരുദ്ധൻ. പരേതനായ ചെറിയച്ഛൻ ജഗന്നാഥൻ്റെ ഒരേയൊരു മകൻ. 10 തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന കോവിലകത്തിൻ്റെ പകുതി സ്വത്തുക്കൾ ചെറിയച്ഛന് സ്വന്തമാണ്. തൻ്റെയും അമ്മയുടെയും മരണശേഷം ഒരു വിവാഹത്തിന് തയ്യാറാവാത്ത കോവിലകം ഉപേക്ഷിച്ചു പോയ വിഷ്ണുവേട്ടൻ അനിരുദ്ധൻ ഒരു ശത്രുവേ അല്ലായിരുന്നു. എന്നെങ്കിലും സ്വത്തുക്കൾ മുഴുവൻ തൻ്റെ കൈപ്പിടിയിൽ വരുമെന്ന് അനിരുദ്ധനും കരുതിയിരിക്കണം. തൻ്റെയും ഇച്ചായൻ്റെയും വരവിനായി കാത്തിരുന്നിട്ടുണ്ടാവണം ആള്. കോവിലകത്തിന് താനും ഒരവകാശിയാണല്ലോ. ബാക്കിയുള്ള സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ വേണ്ടി തൻ്റെ ഇച്ചായനെ അയാൾ കൊന്നു. എന്തോ ഭാഗ്യം കൊണ്ടാണ് എഡ്ഡി അന്ന് രക്ഷപ്പെട്ടത് തന്നെ. വിഷ്ണുവേട്ടൻ മേൽപ്പത്തൂർക്ക് തിരിച്ചു വന്നു. അപ്പോഴാണ് അനിരുദ്ധൻ്റെ ചതികളെക്കുറിച്ച് ഏട്ടൻ്റെ വായിൽ നിന്ന് എഡ്ഡി കൂടുതൽ അറിയുന്നത് തന്നെ. ഏട്ടനും എഡ്ഡിയും ഒന്നിച്ചെന്നറിഞ്ഞാൽ ആ ദുഷ്ടൻ ഒരിക്കലും സഹിക്കില്ല, ചതിക്കുക തന്നെ ചെയ്യും. അരുന്ധതി എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴറി. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. രാവിലെ അടുക്കളയിൽ കൊണ്ടുപിടിച്ച പണിയിടയിലാണ് ചാരു. അതിനിടയിലാണ് ദേവി അങ്ങോട്ടേക്ക് കയറി ചെന്നത്. എന്താടി, എന്താണേലും പറഞ്ഞോ. കയ്യിലിരിക്കുന്ന കഴുകുവാനുള്ള പാത്രങ്ങൾ ഓരോന്നായി സിങ്കിലേക്കിട്ടിട്ട് ചാരു ദേവുവിന് നേരെ തിരിഞ്ഞു. അത് പിന്നെ ചേച്ചി, എനിക്കൊരു സ്കൂളിൽ ജോലി കിട്ടി. ആഹാ, ശുഭവാർത്തയാണല്ലോ. അവളുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് പുഞ്ചിരിച്ചവൾ. പക്ഷേ ദേവുവിൻ്റെ മ്ലാനമായ മുഖം കണ്ട് ചാരുവിൻ്റെ നെറ്റി ചുളിച്ചു. എന്താടി, ജോലി കിട്ടിയിട്ട് നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തത്? അത് പിന്നെ സ്കൂൾ ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് ചേച്ചി. എന്നും പോയി വരാനൊന്നും പറ്റില്ല. സ്കൂളിനടുത്ത് എവിടെയെങ്കിലും താമസ സ്ഥലം കണ്ടെത്തി പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കണം. ആകുലതയോടെ കാര്യങ്ങൾ പറയുന്നതെ ചാരു ഒട്ടൊരു സംശയത്തോടെ നോക്കി. വീടിനടുത്തുള്ള ജോലി ഉപേക്ഷിച്ചിട്ട് നീ എന്തിനാണ് ഇത്രയും ദൂരേക്ക് പോകുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ദേവു ഒരു നെടുവീർപ്പോടെ ചേച്ചിയെ നോക്കി. അവിടുന്ന് എന്ത് കിട്ടുന്ന സാലറി കൊണ്ട് എന്താവാനാ ചേച്ചി? കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയുന്നില്ല. ചാരു അവളെ നോക്കി കാണുകയായിരുന്നു. ഇത്രയും ചെറിയ വയസ്സിൽ തന്നെ ഒരു കുടുംബത്തിൻ്റെ മൊത്തം ബാധ്യതകൾ അവളുടെ തലയിലാണ്. അച്ഛനെയും അമ്മയും നോക്കണം, വീട്ടുകാര്യങ്ങൾ നോക്കണം, അച്ഛനുണ്ടാക്കി വെച്ച കടബാധ്യതകൾ തീർക്കണം. എല്ലാത്തിനും അവൾ ഒറ്റയ്ക്കാണ് ഓടേണ്ടത്. ഒരു തുണയ്ക്കായി ആരുമില്ല തങ്ങൾക്ക്. എന്നിട്ടും ഒന്നിനും ഒരു കുറവും ഉണ്ടാവാതെ നല്ല വൃത്തിയായിട്ടാണ് അവൾ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ജീവേട്ടൻ പല പ്രാവശ്യം സഹായിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾ എല്ലായ്പ്പോഴും അതെല്ലാം സ്നേഹത്തോടെ തിരസ്കരിക്കാറാണ് പതിവ്. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ മോളെ, ചാരു അവസാന വാക്കെന്നോണം അവളോട് പറഞ്ഞു. ദേവു മൂളലിൽ മറുപടി ഒതുക്കി. ഇനി എന്താ മോളെ? സങ്കടം നിറഞ്ഞ ദേവുവിൻ്റെ മുഖം അവൾക്ക് വീണ്ടും എന്തോ പറയാനുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധമായിരുന്നു. അത് പിന്നെ ചേച്ചി, ഞാൻ പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും വീട്ടിൽ ഒറ്റയ്ക്കാവില്ലേ? ഒരത്യാവശ്യത്തിന് ആരുമില്ലല്ലോ അവിടെ. അപ്പോഴാണ് ചാരു അക്കാര്യം ഓർക്കുന്നത് തന്നെ. എത്രയൊക്കെ കൊള്ളരുതാത്തവരാണെങ്കിലും അവർ തൻ്റെ അച്ഛനും അമ്മയല്ലേ, ഉപേക്ഷിക്കാനാവില്ലല്ലോ. അച്ഛനും അമ്മ ഇവിടെ നിൽക്കട്ടെടി, ഞാൻ നോക്കിക്കോളാം. ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം ദേവുവിൻ്റെ തോളിൽ അവൾ ചെറുതായിട്ടൊന്ന് തട്ടി. ചേച്ചി, ഏട്ടൻ ജീവേട്ട സമ്മതിക്കുമോ? ചാരു മറുപടിയായി കണ്ണുകളൊന്ന് ഇറുക്കി കാട്ടി. അതിലുണ്ടായിരുന്ന എല്ലാം. നീ സങ്കടപ്പെടാതെ പോയി വാ മോളെ, ജീവേട്ട സമ്മതിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ദേവുവിനൊരാശ്വാസം തോന്നി. പതിയെ സ്കൂളിൽ ശമ്പളം കൂടുതൽ പുതിയ സ്കൂളിൽ ശമ്പളം കൂടുതൽ കിട്ടും. ഇപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതി വെച്ച് തനിക്കതൊരു അനുഗ്രഹമാണെന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു. നന്ദിയോടെ ചാരുവിനെ ഇറക്കപ്പുണർന്നവൾ. അതിലുണ്ടായിരുന്നു അവൾക്ക് പറയേണ്ടതെല്ലാം. നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? നിതിൻ്റെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ അവനെ സങ്കടത്തോടെ നോക്കി ദേവു. ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? വീണ്ടും മൗനമായിരുന്നു അവളുടെ ഉത്തരം. ഇങ്ങനെ മിണ്ടാതിരിക്കാനാണോ ഇല്ലാത്ത സമയമുണ്ടാക്കി ഞാനിവിടെ വന്നിരിക്കുന്നത്? നിതിൻ്റെ വാക്കുകളിലെ ഗൗരവം തിരിച്ചറിഞ്ഞതും അവൾ പുഞ്ചിരിക്കുവാനൊരു ശ്രമം നടത്തി. നിനക്കെന്താ പറ്റിയത് ദേവു? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു നിൻ്റെ കടം വിട്ടാൻ ഞാൻ തയ്യാറാണെന്ന്. അതൊട്ട് നീ സമ്മതിക്കുകയില്ല. ഞാനിപ്പോഴും നിനക്ക് അന്യനാണോ?
ദേഷ്യത്തോടെയുള്ള നിതിൻ്റെ വാതുക്കുകൾ അവളുടെ കാതിൽ വന്നു പതിച്ചു. ദേവു അവനെ ദയനീയമായി ഒന്ന് നോക്കി. അവനെ സമാധാനിപ്പിക്കാൻ എന്നവണ്ണം പതിയെ ആ കൈവിരലുകളിൽ തൻ്റെ വിരലുകൾ ചേർത്തപ്പോൾ മുറുകിയ മുഖത്തോടെ തട്ടിയെറുകയാണ് ആള് ചെയ്തത്. ആരേലും എന്നോ കണ്ടോ എന്നറിയാൻ വേണ്ടി അവൾ ചുറ്റിനും നോക്കി. കോഫി ഷോപ്പിലെ കോർണർ സീറ്റ് ആയതിനാലാവണം അധികം ആരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ജോലിക്ക് പോകുന്ന കാര്യം നിതിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ അങ്ങോട്ടേക്ക് അവനെ വിളിച്ചു വരുത്തിയതാണവൾ. നിധിയേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ വീട്ടിലെ അവസ്ഥ, ഒന്ന് മനസ്സിലാക്കിക്കൂടെ? പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഇങ്ങനെ കരഞ്ഞ ഇനി നീ എന്നെ കാണില്ല ദേവു. കണ്ണുകൾ അവൾ അമർത്തി തുടച്ചു. ശേഷം നിതിൻ്റെ മുഖത്തേക്ക് നോക്കി. ആള് ദേഷ്യത്തോടെ എങ്ങോട്ടേക്കോ നോക്കിയിരിക്കുകയാണ്. വരുത്തിയ കോഫി പോലും ആറി തണുത്തിരുന്നു. എപ്പോഴും സ്നേഹത്തോടെ ശ്രീമോളെ എന്ന് വിളിച്ചു നടക്കുന്നവൻ്റെ ദേവു എന്നുള്ള വിളിയിൽ തന്നെ ഉണ്ടായിരുന്നു അവളോടുള്ള അവൻ്റെ അമർഷം. നിധിയേട്ടാ, അവനിൽ നിന്നും മറുപടി ഒന്നും ഉണ്ടായില്ല. അറിയാം, ആൾക്ക് തന്നെ ദൂരേക്ക് ഒറ്റയ്ക്ക് വിടാനുള്ള ഇഷ്ടമില്ലായ്മ. പലപ്പോഴും കല്യാണക്കാര്യത്തെക്കുറിച്ച് ഏട്ടൻ സംസാരിക്കുമ്പോഴും വീട്ടിലെ അവസ്ഥ പറഞ്ഞ് താൻ തന്നെയാണ് പിന്തിരിപ്പിക്കുന്നത്. വീട്ടിലെ കടബാധ്യതയും അച്ഛൻ്റെയും അമ്മയുടെയും സംരക്ഷണ ചുമതലയും എല്ലാം തന്നെ ഒരു വിവാഹ ജീവിതത്തിൽ നിന്നും പലപ്പോഴും തന്നെ പിന്നോട്ട് വലിക്കാറുണ്ട്. പക്ഷേ ഏട്ടനോട് താൻ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞ ചതിയാണ്. തൻ്റെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് തരാറുള്ള, തൻ്റെ അഭിപ്രായങ്ങളെ മാനിക്കാറുള്ളവൻ്റെ ഇഷ്ടങ്ങളോട് നീതി പുലർത്തുവാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അവളുടെ നെഞ്ചു നീറി. ഒരുപാട് സങ്കടം വരുമ്പോൾ ചേർന്ന് നിൽക്കാൻ തനിക്ക് ഒരു തോള് വേണമായിരുന്നു പലപ്പോഴും. അറിയാതെ മനസ്സിൽ മുളപൊട്ടിയ പ്രണയമാണ്, പറയരുതെന്ന് പല പ്രാവശ്യം മനസ്സിൽ നനച്ചുവെങ്കിലും ഒരിക്കൽ തന്നെ ചേർത്ത് നിർത്തി ആളിഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ആ പ്രണയം തള്ളിക്കളയാൻ തനിക്കും തോന്നിയിരുന്നില്ല എന്നതാണ് സത്യം. ഏട്ടാ, എനിക്കിത്തിരി കൂടി സമയം വേണം. എൻ്റെ ബാധ്യതകളൊക്കെ തീർക്കണം. എന്നിട്ട് ആ ജീവിതത്തിലേക്ക് കടന്നു വരാൻ എന്നെക്കൊണ്ട് സാധിക്കുകയുള്ളൂ. എന്നോട് ക്ഷമിക്കേട്ടാ. അവളുടെ ഏങ്ങലടിയുടെ ശബ്ദം കേട്ട് കണ്ടു നിൽക്കാനായില്ല അവന്. ഇടം കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചവൻ, പോട്ടടി, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഇവിടെ ആകുമ്പോൾ കാണാൻ തോന്നുമ്പോഴൊക്കെ വന്ന് കണ്ടിട്ട് പോകാമല്ലോ. ഇനി അങ്ങോട്ട് പോയാൽ അതൊന്നും നടക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു സങ്കടം. സാരമില്ല, കുറച്ച് നാളത്തേക്കല്ലേ, പോയി വാ. ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ മുത്തുമ്പോൾ നെഞ്ചിനുള്ളിലെ വേദനകളൊക്കെ മഞ്ഞുരുകുന്നത് പോലെ ഇല്ലാതാവുന്ന അവൾ അറിഞ്ഞു. ആ കൈച്ചൂടിൽ ഒന്ന് ചേർന്നിരുന്നു പെണ്ണ്, ഭാവിയിലെ സുന്ദരമായ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ട്. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ദേവുവിൻ്റെ കാര്യം ജീവനെ പറഞ്ഞ് സമ്മതിപ്പിക്കുവാൻ ചാരുവിന് ഇത്തിരി സമയം വേണ്ടി വന്നു. കാരണം അവളെ തനിച്ചു വിടാൻ ജീവൻ ഒരുക്കമായിരുന്നില്ല. ഒടുവിൽ അവളുടെ കൂടെ ജോലി കിട്ടിയ ഉറ്റ സുഹൃത്തിൻ്റെ നിർബന്ധം സഹിക്കാനാവാതെ അവന് സമ്മതിക്കേണ്ടി വന്നു. അതും കുറേയേറെ നിർബന്ധങ്ങൾക്കൊടുവിൽ. അങ്ങനെ തങ്കമണിയെയും വേണുവിനെയും ചാരുവിൻ്റെ അടുത്തേക്ക് നിർത്തി ദേവു ജോലി സ്ഥലത്തേക്ക് യാത്രയായി. ആമി കുറച്ചു നാളത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും കോളേജിൽ പോയി തുടങ്ങി. നിത്യയുടെ സാമീപ്യവും ചളിയടിയും കുറച്ചൊന്നുമല്ല അവളെ സന്തോഷവതിയാക്കിയത്. കോളേജിൽ നിത്യയുടെ കണ്ണുകൾ പലപ്പോഴും സൂരജിനെ തിരയുന്ന തിരക്കിലായിരിക്കും. ആദ്യമായിട്ട് പ്രണയം എന്ന വികാരം തന്നിൽ ഉണർത്തിയവനാണ്. അവനില്ലായ്മ ഒരു നൊമ്പരമായിരുന്നെങ്കിലും അവളത് പുറത്തു കാട്ടാതെ മറച്ചു പിടിച്ചു. അവന് വേഗം സുമുഖമാകാൻ നിശബ്ദമായി പ്രാർത്ഥിച്ചവൾ. ഒപ്പം അതിന് കാരണമായ അസുരനോടുള്ള വെറുപ്പ് അവളിൽ കൂടിക്കൊണ്ടേയിരുന്നു. ഏട്ടത്തി, ഞാൻ ഇറങ്ങുവാണേ. അടുക്കളയിലേക്ക് ചെന്ന് ഉച്ചക്കത്തേയുള്ള ഭക്ഷണത്തിൻ്റെ ബോക്സ് ബാഗിലേക്ക് വെച്ചവൾ. കഴിച്ചിട്ട് പോ കുഞ്ഞി, ഒന്നും തിന്നാതെ പോവല്ലേ. ആമിയുടെ മുഖം ചുളുങ്ങി. വിശപ്പില്ലാഞ്ഞിട്ട് ഏട്ടത്തി, എനിക്ക് വേണ്ട. ചാരുവിനെ ഒന്ന് പുണർന്നുകൊണ്ട് അവൾ കൊഞ്ചി. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. പനിയൊന്നും നല്ലോണം മാറിയിട്ട് ഒരാഴ്ച പോലും കഴിഞ്ഞില്ല. വല്ലതും തിന്നിട്ട് പോയാൽ മതി കോളേജിലേക്ക്, അല്ലേ പോവണ്ട. പറയുന്നതിനോടൊപ്പം തന്നെ കാസറോളിലുള്ള ആവി പറക്കുന്ന ചൂട് പുട്ട് ഒരു പാത്രത്തിലേക്കായിട്ടെടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഏട്ടത്തി. തറയിൽ 2 ചവിട്ടി ചവിട്ടി പ്ലേറ്റ് വാങ്ങാതെ നിന്ന് തുള്ളുന്നവളെ നോക്കി ചാരു കണ്ണുരുട്ടി. ചെന്നിരുന്ന് കഴിക്ക്, ടേബിളിൽ കടലക്കറി എടുത്തു വെച്ചിട്ടുണ്ട്. പരുക്കമായ ആ സംസാരത്തിൽ നിന്ന് തന്നെ ആളുടെ ദേഷ്യം ആമിക്ക് മനസ്സിലായി. പാത്രം വാങ്ങി തുള്ളിക്കൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചിട്ട് കസേര വലിച്ചിട്ട് അവൾ ഇരുന്നു. ഇത്തിരി കറി കോരി പാത്രത്തിൻ്റെ ഒരു സൈഡിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അനിഷ്ടത്തോടെ കഴിക്കാൻ തുടങ്ങി. ദേ, ഇതൂടെ കുടിച്ചോണം മര്യാദയ്ക്ക്.
ഒരു ഗ്ലാസ് നിറയെ പാലും എടുത്തുകൊണ്ട് വന്ന് തനിക്ക് മുൻപിൽ മേശയിലേക്കായി വെച്ച് തന്നെ നോക്കി ആജ്ഞാപിക്കുന്നവളെ ആമി ദയനീയമായൊന്ന് നോക്കി. നീ നോക്കുമൊന്നും വേണ്ട, മൊത്തം നിന്നിട്ട് പാത്രം കാണിച്ചിട്ട് പൊന്നുമോള് പോയാൽ മതി കേട്ടല്ലോ. ഇത്രയും പറഞ്ഞിട്ട് എതിരെയുള്ള കസേര വലിച്ചിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. ഒരു വിമ്മിഷ്ടത്തോടെ ഒരുവിധം കഴിച്ചു തീർത്തു. ഏട്ടത്തിയെ നോക്കിയപ്പോൾ ഗ്ലാസ് കാണിച്ചിട്ട് അതെടുത്ത് കുടിക്കുവാൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടുന്നുണ്ട്. മനസ്സില്ലാ മനസ്സോടെ മൊത്തം ഒറ്റ വലിക്ക് കുടിച്ചിട്ട് ഗ്ലാസ് ഒരു ഊക്കോടെ ടേബിളിലേക്ക് വെച്ചു. ഏട്ടത്തിയെ നോക്കുമ്പോൾ ചിരി കടിച്ചു പിടിക്കുന്നത് കണ്ടു. ഒന്നും നോക്കിയില്ല, പോയി ആളുടെ നെറ്റിയിൽ ചുണ്ടൊന്ന് അമർത്തി തുടച്ചു. ചാരുവിനെ നോക്കി ഒന്ന് പുച്ഛിച്ചു കാട്ടി ബാഗും എടുത്ത് ഹാളിലേക്ക് ചെന്നപ്പോൾ കണ്ടു തന്നെ നോക്കി അവജ്ഞയോടെ മുഖം കയറ്റി വെച്ചിരിക്കുന്ന തങ്കമണിയെ. ആ വശത്തേക്ക് നോക്കാനേ പോയില്ല. നേരെ ഇറങ്ങി നിത്യയുടെ വീട്ടിലേക്ക് നടന്നു. ഗേറ്റും കടന്ന് ആടിപ്പാടി വീടിനുള്ളിൽ കയറിയപ്പോഴേ കണ്ടു പത്രം വായിച്ചുകൊണ്ട് ഹാളിലെ സെറ്റിയിലിരിക്കുന്ന ഹരിയങ്കിളിനെ. ആഹാ, ഇതാര്? ആമിമോളോ? അകത്തേക്ക് വായോ. സ്വതവേ ഗൗരവക്കാരനായ അങ്കിളിൽ നിന്നും ഇത്രയും പ്രതീക്ഷിക്കാനേ വകയുള്ളൂ. ആൾക്ക് എല്ലാവരോടും നല്ല സ്നേഹമാണെങ്കിലും പ്രകടിപ്പിക്കുവാൻ ഒട്ടും അറിയില്ല. അങ്കിൾ, നിത്യ റെഡിയായില്ലേ? ചോദിച്ചു തീരുന്നതിന് മുൻപേ തന്നെ ആള് ദേവി ആൻറ്റിയോടൊപ്പം കിച്ചണിൽ നിന്ന് ഇറങ്ങി വന്നു. ആൻറ്റിയോടും അങ്കിളിനോടും യാത്ര പറഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി. ദൂരെ നിന്നേ കണ്ടു കോവിലകത്തിന് മുൻപിലെ പടിപ്പുരയിൽ ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജോബിനെ. ആമിയുടെ കണ്ണുകളൊന്ന് വിടർന്നു. കോവിലകം കാണാനുള്ള അവസരത്തിനായി കാത്തിരിക്കുന്നവളുടെ മുൻപിലെ ആകപ്പാടെയുള്ള തുറപ്പുചീട്ടായിരുന്നവൻ. നിത്യയുടെ കൈയും പിടിച്ചവൾ വേഗത്തിൽ നടന്നു. ഒന്നും മനസ്സിലായില്ലെങ്കിലും മിണ്ടാതെ അവൾ ആമിയെ പിന്തുടർന്നു. ഏട്ടോയ് പൂയി. അവൻ അരികിലേക്ക് ചെന്ന് ഉച്ചത്തിൽ വിളിച്ചു. ആമിയെ കണ്ട് അവൻ്റെ കണ്ണുകൾ അത്ഭുതത്താൽ തിടങ്ങി. ഇതാര്? ആമിക്കുട്ടിയോ? പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. എവിടെ ആയിരുന്നു നീ? കുറേ നാളായല്ലോ കണ്ടിട്ട്. നെഞ്ചിന് കുറുകെ കൈകൾ പിണച്ചു കെട്ടി ഒരു കുസൃതി ചിരിയോടെ നിൽക്കുകയാണ്. എന്തു പറയാനാ ചേട്ടായി, പനി പിടിച്ച് കിടക്കുമായിരുന്നു. എന്നിട്ട് കുറഞ്ഞോടി? ജോബിൻ്റെ വാക്കുകളിൽ ചെറിയൊരു ആകുലത കലർന്നിരുന്നു. കുറഞ്ഞു ചേട്ടായി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ചിരിയോടെ പറയുന്നവളുടെ കുഞ്ഞു മുഖത്തേക്ക് അവൻ വാത്സല്യത്തോടെ നോക്കി നിന്നു. അല്ല, ഇതാരാ കൂടെ? നിത്യയെ കാട്ടിയാണ് അവനത് ചോദിച്ചത്. എൻ്റെ ബെസ്റ്റിയാണ് ചേട്ടായി. ആഹാ, എന്നിട്ടാണോ എനിക്ക് പരിചയപ്പെടുത്താത്തത്? മറുപടി അവൾ ഒരു ചിരിയിലൊതുക്കി. പോട്ടെ, താമസിച്ചാൽ ആര്യം പോകും. വേഗം പൊയ്ക്കോളൂ എങ്കിൽ. ആമി അവനോട് യാത്ര പറഞ്ഞുവെങ്കിലും തന്നെ നോക്കാതെ തിടുക്കത്തിൽ പായുന്ന നിത്യയുടെ മുഖം അവൻ്റെ ഉള്ളിൽ കയറി കൂടിയിരുന്നു. ബിസിനസ് മീറ്റും കഴിഞ്ഞ് ആകെപ്പാടെ ക്ഷീണിതനായിരുന്നു എഡ്ഡി. എല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയതും ഉച്ച കഴിഞ്ഞിരുന്നു. കാർ സ്റ്റാർട്ട് ചെയ്ത് നേരെ കോവിലകത്തേക്ക് തിരിച്ചവൻ. 2 ദിവസമായിട്ടുള്ള അലച്ചിലാണ്. പുതിയ ബിസിനസ് പാർട്ടികളുമായിട്ടുള്ള ഡീൽസ് കാരണം നല്ല തിരക്കായിരുന്നു. ഉറക്കക്ഷീണവും സമയത്തിനുള്ള ഭക്ഷണമില്ലായ്മയും അവനെ തളർത്തിയിരുന്നു. ഏകദേശം 2 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട് മേൽപ്പത്തൂർക്ക്. എഡ്ഡിയുടെ മനസ്സിലേക്ക് അപ്പോഴാണ് ആമിയുടെ ഓർമ്മകൾ ഇരച്ചു കയറിയത്. അവളെ കാണണമെന്ന് അവൻ്റെ കണ്ണുകൾ അതിയായി ആഗ്രഹിച്ചു. അറിയാതെ തന്നെ എഡ്ഡിയുടെ വണ്ടി ആത്മീയയുടെ കോളേജ് റോഡ് ലക്ഷ്യമാക്കി പാഞ്ഞു. അവളെക്കുറിച്ച് ആലോചിക്കുന്ന ഓരോ നിമിഷവും ചുണ്ടിൽ വിരിയുന്ന അവൻ്റെ ചെറു പുഞ്ചിരി തന്നെ മതിയായിരുന്നു അവൻ്റെ ഉള്ളിലെ പ്രണയം മനസ്സിലാക്കുവാൻ. അകലെ നിന്നേ എഡ്ഡി കണ്ടു തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന മൗണ്ട് കാഡ്രിനൽ കോളേജ്. മനസ്സിൻ്റെ വേഗത അറിഞ്ഞവണ്ണം വണ്ടിയുടെ വേഗതയും ഒന്ന് കൂടിയ പോലെ. കോളേജ് വിട്ട സമയമായതിനാൽ കുട്ടികൾ കൂട്ടം കൂടി വഴിയരികിൽ നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ 4 പാട് കുടറി നടന്നു. പൊടുന്നനെ ആരോ വണ്ടിക്ക് കുറുകെ ചാടിയതുപോലെ തോന്നിയപ്പോഴാണ് അവൻ സഡൻ ബ്രേക്ക് ഇട്ട് കാർ നിർത്തിയത്. പെട്ടെന്നായതുകൊണ്ട് അവനൊന്ന് പേടിച്ചുവെങ്കിലും വണ്ടി ഓഫാക്കി പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. ഒരു പെൺകുട്ടി വണ്ടിയുടെ തൊട്ടു മുൻപിൽ ഇടിച്ചോ ഇടിച്ചില്ല എന്ന രീതിയിൽ റോഡിൽ നിൽക്കുന്നു. അവൻ ഓടിച്ചെന്ന് എഴുന്നേൽപ്പിക്കാനൊരു ശ്രമം നടത്തിയെങ്കിലും പേടി കൊണ്ട് ആ കുട്ടി അവിടെ തന്നെ കൂനിക്കൂടിയിരുന്നതേയുള്ളൂ. കുട്ടികളെല്ലാം അപ്പോഴേക്കും ചുറ്റും കൂടിയിരുന്നു. ഏയ് എണീക്കിടോ, എന്തേലും പറ്റിയോ? അവളുടെ കയ്യിൽ പിടിച്ച് പതിയെ എഴുന്നേൽപ്പിച്ചവൻ. തൻ്റെ തെറ്റല്ലെങ്കിലും ഭയം കൊണ്ട് വിളയ്ക്കുന്നവളെ കണ്ട് എഡ്ഡി ദേഷ്യം നിയന്ത്രിച്ചു നിന്നു. എടോ, തന്നോടാ ചോദിച്ചത് എന്തേലും പറ്റിയോന്ന്. വീണ്ടും അവൻ ചോദ്യം ആവർത്തിച്ചു. കൂടി നിന്ന കുട്ടികൾ പലരും അവളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ ഒന്നിനും മറുപടി പറയാതെ മാറി നിന്നതേ ഉള്ളൂ. പല്ലവി, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? എന്താടി ഉണ്ടായത്?
അങ്ങോട്ടേക്ക് കടന്നു വന്ന ആമിയെ അപ്പോഴാണ് അവൻ കണ്ടത്. പല്ലവിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ ദേഹമാകെ വല്ലതും പറ്റിയോ എന്ന് തിരയുന്നവളെ എട്ടി കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. ആമി എന്ന കേന്ദ്രബിന്ദുവിന് ചുറ്റും ഉഴറുകയായിരുന്നു അവൻ്റെ മനസ്സ്. അത്രയും നേരം ഒരു നോക്ക് കാണാൻ കൊതിച്ചവൾ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുവെന്ന് അവന് വിശ്വസിക്കാനായില്ല. അവൻ അവളെ സാഗൂതം നോക്കി നിന്നു. എടോ, താനെന്താടോ ഇവളെ ചെയ്തത്? തൻ്റെ നേർക്ക് ദേഷ്യത്തോടെ നോക്കി ആക്രോശമാണ് അവനെ സ്വപ്നലോകത്തു നിന്നും തിരിച്ചു കൊണ്ടുവന്നത്. നോക്കുമ്പോൾ തന്നോടുള്ള സകല ദേഷ്യവും കണ്ണുകളിൽ നിറച്ച് ഉച്ചത്തിൽ എന്തൊക്കെയോ വിളിച്ചു കൂവുന്നുണ്ട്. താൻ എന്താ പൊട്ടനാണോ? ചെവി കേൾക്കില്ലേടോ? വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ ഓടിക്കരുത്. റോഡിൽ കൂടെ പോകുന്നവരെ തട്ടിയിടാൻ തനിക്കാരോടോ അനുവാദം തന്നത്? ആമിയുടെ കണ്ണുകളിൽ തന്നോടുള്ള അടങ്ങാത്ത ക്രോധം കണ്ടിട്ടും അവൻ അത് ആസ്വദിച്ച് മൗനമായിട്ട് നിന്നതേയുള്ളൂ. നിന്നെപ്പോലുള്ള ക്രിമിനൽസിനൊക്കെ ആരെയും ഭയമില്ലല്ലോ അല്ലേ? കുറേ കാശുണ്ടെങ്കിൽ പിന്നെ ഒന്നിനെയും പേടിക്കുകയും വേണ്ട. ആരെ വേണേലും തല്ലാം. ആരും ചോദിക്കാനും വരില്ലല്ലോ. നീയൊക്കെ പുഴുത്തു ചാവത്തേ ഉള്ളൂ, അഹങ്കാരം പിടിച്ചതേ. ദേഷ്യമടങ്ങാതെ ആമി എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. രാഹുലിനെ അടിച്ചതിൻ്റെ ദേഷ്യമാണ് അതെന്ന് അറിയാതെ അവൻ മനസ്സിലാക്കിയിരുന്നു. താനൊക്കെ എന്തിനാടോ ജീവിച്ചിരിക്കുന്ന ഭൂമിക്ക് ഭാരമായിട്ട്? തന്നെപ്പോലുള്ള അസുരന്മാർക്കൊന്നും ജീവിക്കാനുള്ള അർഹതയില്ലടോ. തന്നെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. സമനില തെറ്റിയതുപോലെയുള്ള സംസാരമായിരുന്നു അവളിൽ നിന്നും ഉണ്ടായത്. കേട്ട് നിന്ന പല്ലവി പോലും ഒന്ന് ഞെട്ടി അവളുടെ കയ്യിൽ കയറി പിടിച്ചു. കൂടെ നിന്നവർ പോലും ആമിയുടെ ശാപവാക്കുകൾ കേട്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു. ആമി പക്ഷേ അതൊന്നും ശ്രദ്ധിക്കുന്ന മൂഡിലല്ലായിരുന്നു. എട്ടിയോടുള്ള പക മുഴുവന് വാക്കുകളിൽ കൂടി പുറം തള്ളുകയായിരുന്നു അവളപ്പോൾ. ആത്മിക, മതി, നിർത്ത്. ഇടയ്ക്ക് കയറി പറയാൻ തുടങ്ങിയ പല്ലവിയെ ഒരു നോട്ടത്തിലൂടെ ശകാരിച്ചു. വായിൽ തോന്നിയതെല്ലാം ഉറക്കെ വിളിച്ചു പറയുന്നവളെ കണ്ട് അലോസരം തോന്നിയെങ്കിലും മുഷ്ടി ചുരുട്ടി നിയന്ത്രിച്ചവൻ. ആമിയുടെ സ്ഥലത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ തൻ്റെ പ്രതികരണം ഇങ്ങനെയൊന്നും ആവുമായിരുന്നില്ലെന്ന് എഡ്ഡിക്ക് നല്ലവണ്ണം അറിയാം. കാരണം ആമി എന്നവൾ എഡ്ഡിയുടെ പ്രാണനായിരുന്നു. ഒടുവിൽ അങ്ങോട്ടേക്ക് വന്ന നിത്യ വേണ്ടി വന്നു അവളെ അവിടെ നിന്നും പിടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതിനു മുൻപ് നിത്യയുടെ കണ്ണുകളിൽ തന്നെ കാണുമ്പോൾ ഉയരുന്ന അഗ്നി എന്തിനു വേണ്ടിയാണെന്ന് മാത്രം എഡ്ഡിക്ക് മനസ്സിലായില്ല.